ഓം ശാന്തി 6/3/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങളുടെ വാനപ്രസ്ഥ അവസ്ഥയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വാണിക്ക് ഉപരി വീട്ടിലേക്ക് പോകണം. അതിനാൽ ഓർമ്മയിലിരുന്ന് പാവനമാകൂ. ചോദ്യം: ഉയർന്ന ലക്ഷ്യത്തിലെത്തിച്ചേരാൻ ഏത് കാര്യമാണ് തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത്? ഉത്തരം: കണ്ണുകളെ ശ്രദ്ധിക്കൂ. ഇതാണ് ഏറ്റവും വലിയ ചതിയൻ. ക്രിമിനൽ ദൃഷ്ടി വളരെയധികം നഷ്ടമുണ്ടാക്കും. അതിനാൽ എത്ര സാധിക്കുമോ അത്രയും സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കൂ. സഹോദരങ്ങളാണ് എന്ന ദൃഷ്ടിയുണ്ടാക്കാൻ അഭ്യസിക്കൂ. അതിരാവിലെ ഉണർന്ന് ഏകാന്തമായി തന്നോട് തന്നെ സംസാരിക്കൂ. ഭഗവാന്റെ ആജ്ഞയാണ്: മധുരമായ കുട്ടികളെ, കാമം മഹാശത്രുവാണ്. അതിനാൽ വളരെ ശ്രദ്ധയോടെ ഇരിക്കൂ. ഓം ശാന്തി. മധുരമായ കുട്ടികൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ മനസ്സിലാക്കുന്നവർക്കേ ഇവിടേക്ക് വരാൻ കഴിയൂ. ഇവിടെ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും മനുഷ്യനല്ല. ഇവിടെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ഭഗവാനെയും തിരിച്ചറിയേണ്ടതുണ്ട്. ഭഗവാൻ എന്ന പേര് എത്ര ഉയർന്നതാണ്. എന്നിട്ടും പറയുന്നു നാമരൂപങ്ങളിൽ നിന്ന് വേറിട്ടതാണെന്ന്. ഇപ്പോൾ പ്രായോഗികമായി വേറിട്ടതുപോലെയാണ്. ഇത്രയും ചെറിയ ബിന്ദുവാണ്. പറയുന്നുമുണ്ട് ആത്മാവ് നക്ഷത്രമാണെന്ന്. പക്ഷേ ആ നക്ഷത്രം ചെറുതൊന്നുമല്ല. ഈ ആത്മനക്ഷത്രമാണെങ്കിൽ സത്യമായും ചെറുതാണ്. അച്ഛനും ബിന്ദുവാണ്. അച്ഛൻ സദാ പവിത്രമാണ്. ബാബയ്ക്ക് മഹിമയുമുണ്ട്. ജ്ഞാനസാഗരൻ, ശാന്തിസാഗരൻ. ഇതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പാവനമായി മാറുന്നതാണ് മുഖ്യമായ കാര്യം. വികാരത്തിന്റെ പേരിൽ തന്നെയാണ് വഴക്കുണ്ടാകുന്നത്. പാവനമായി മാറുന്നതിനായി പതീത പാവനനെ വിളിക്കുന്നു. എങ്കിൽ തീർച്ചയായും പാവനമാക്കേണ്ടി വരും. ഇതിൽ സംശയിക്കേണ്ടതില്ല. എന്തെല്ലാം കഴിഞ്ഞുപോയോ, വിഘ്നങ്ങളുണ്ടായോ, അതൊന്നും പുതിയ കാര്യമല്ല. അബലകളുടെ മേൽ അത്യാചാരം ഉണ്ടാകും. മറ്റ് സത്സംഗങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. ഒരിടത്തും ബഹളങ്ങൾ ഉണ്ടാകുന്നില്ല. ഇവിടെ ബഹളമുണ്ടാകുന്നത് പ്രധാനമായും ഈ കാര്യത്തിലാണ്. അച്ഛൻ പാവനമാക്കി മാറ്റാൻ വന്നപ്പോൾ എത്ര ബഹളമാണ് ഉണ്ടാകുന്നത്. അച്ഛനിരുന്ന് പഠിപ്പിക്കുകയാണ്. അച്ഛൻ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ വാനപ്രസ്ഥ അവസ്ഥയിലാണ്. വാനപ്രസ്ഥ അവസ്ഥ എന്ന നിയമവും ഇവിടെ നിന്നാണ് ആരംഭിച്ചത്. അതിനാൽ വാനപ്രസ്ഥ അവസ്ഥയിലുള്ളവർ തീർച്ചയായും വാനപ്രസ്ഥത്തിലല്ലേ ഇരിക്കുക. വാണിക്കുപരി പോകുന്നതിന് വേണ്ടി അച്ഛനെ പൂർണമായും ഓർമ്മിച്ച് പാവനമായി മാറണം. പാവനമായി മാറാൻ ഒരു വഴിയേ ഉള്ളൂ. തിരിച്ചു പോകണമെങ്കിൽ തീർച്ചയായും പാവനമായി മാറണം. എല്ലാവർക്കും പോകുക തന്നെ വേണം. 2-4 പേർക്കല്ല പോകേണ്ടത്. മുഴുവൻ പഴയ ലോകത്തിനും പരിവർത്തനപ്പെടണം. ഈ ഡ്രാമയെ ആർക്കും അറിയില്ല. സത്യയുഗം മുതൽ കലിയുഗം വരെയുള്ള ഡ്രാമയുടെ ചക്രമാണിത്. അച്ഛൻ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കണം. തീർച്ചയായും പാവനമായി മാറണം. അപ്പോഴേ നിങ്ങൾക്ക് ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകാൻ കഴിയൂ. ഗതി സദ്ഗതി ദാതാവ് ഒരാളാണ് എന്ന പാട്ടുമുണ്ട്. സത്യയുഗത്തിൽ വളരെ കുറച്ചുപേരെ ഉണ്ടാകൂ. മാത്രമല്ല അവർ പവിത്രവുമായിരിക്കും. കലിയുഗത്തിലാണെങ്കിൽ അനേകം ധർമ്മമുണ്ട്. പക്ഷെ അപവിത്രമായിരിക്കുന്നു. ഇത് വളരെ സഹജമായ കാര്യമാണ്. മാത്രമല്ല അച്ഛൻ ആദ്യം തന്നെ പറഞ്ഞു തരികയുമാണ്.
അച്ഛനറിയാം, ബഹളങ്ങൾ തീർച്ചയായും ഉണ്ടാകും. അഥവാ അറിയില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ജ്ഞാനാമൃതം കുടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് സമ്മതപത്രം കൊണ്ടുവരണമെന്നുള്ള യുക്തി രചിച്ചത് എന്തിനു വേണ്ടിയാണ്? അറിയാമായിരുന്നു. ഈ ബഹളങ്ങൾ ഉണ്ടാകുന്നതും ഡ്രാമയിൽ അടങ്ങിയതാണ്. ആശ്ചര്യത്തോടെ നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞ് ജ്ഞാനമെടുത്ത് മറ്റുള്ളവർക്കും ജ്ഞാനം നൽകുന്നു. എന്നിട്ടും അയ്യോ മായേ, അവരെ നീ തന്റെ നേർക്ക് പിടിച്ചു വലിക്കുന്നു. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയതാണ്. ഈ ഭാവിയെ ആർക്കും മാറ്റാൻ കഴിയില്ല. മനുഷ്യർ കേവലം വിധിയെന്ന് പറയുക മാത്രം ചെയ്യുന്നു, യാഥാർത്ഥ്യം അറിയുന്നില്ല. കുട്ടികളെ, ഇത് ശ്രേഷ്ഠമായ പഠിപ്പാണ്. കണ്ണുകൾ വളരെ ചതിയന്മാരാണ്, കാര്യമേ ചോദിക്കേണ്ട. തമോപ്രധാന ലോകമാണ്. കോളേജിൽ പോലും വളരെ മോശമാകുന്നു. വിദേശത്തെ കാര്യമാണെങ്കിൽ ചോദിക്കുകയേ വേണ്ട. സത്യയുഗത്തിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. ലോകർ പറയുന്നു സത്യയുഗം കഴിഞ്ഞിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായി എന്ന്. ബാബ പറയുന്നു, ഇന്നലെയാണ് നിങ്ങൾക്ക് രാജ്യഭാഗ്യം നൽകിയിട്ട് ഞാൻ പോയത്. എല്ലാം നഷ്ടപ്പെടുത്തി. ലൗകികത്തിലും അച്ഛൻ പറയാറുണ്ട്, നിനക്ക് എത്ര സമ്പത്ത് തന്നിരുന്നു, എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെയും കുട്ടികൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. സെക്കൻഡിൽ മുഴുവൻ സമ്പത്തും പറത്തിക്കളയുന്നു. പരിധിയില്ലാത്ത അച്ഛനും പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എത്ര ധനം തന്നിട്ടാണ് പോയത്? നിങ്ങളെ എത്ര യോഗ്യരാക്കി വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റിയിരുന്നു. ഇപ്പോൾ ഡ്രാമ അനുസരിച്ച് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുന്നു? നിങ്ങൾ എന്റെ അതേ കുട്ടികളല്ലേ? നിങ്ങൾ എത്ര ധനവാന്മാരായിരുന്നു? ഇത് പരിധിയില്ലാത്ത കാര്യങ്ങളാണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഒരു കഥയുണ്ട്. പുലി വരുന്നു, പുലി വരുന്നു എന്ന് ദിവസവും പറയുമായിരുന്നു. പക്ഷെ പുലി വന്നിരുന്നില്ല. ഒരു ദിവസം സത്യത്തിൽ പുലി വന്നു. നിങ്ങൾ പറയുന്നു മരണം വന്നിരിക്കുന്നു, മരണം വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ അവർ പറയും, ഇത് ദിവസവും പറയുന്നതല്ലേ, വിനാശമാണെങ്കിൽ വരുന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ദിവസം വിനാശമുണ്ടാകുക തന്നെ ചെയ്യും. അതിന്റെ കഥ പിന്നീട് ഉണ്ടാക്കിയതാണ്. പരിധിയില്ലാത്ത അച്ഛൻ പറയുന്നു, ഇതവരുടെ ദോഷമല്ല. കൽപ്പം മുമ്പും ഉണ്ടായിരുന്നു. 5000 വർഷത്തിന്റെ കാര്യമാണ്. ബാബയാണെങ്കിൽ അനേക തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതുന്നുമുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പും ഭാരതത്തിൽ ദേവീദേവതാ ധർമ്മം സ്ഥാപന ചെയ്യുന്നതിനായി ഇതുപോലെ മ്യൂസിയം തുറന്നിരുന്നു. വളരെ വ്യക്തമായി എഴുതൂ, എങ്കിൽ വന്ന് മനസ്സിലാക്കും. ബാബ വന്നിരിക്കുന്നു. അച്ഛന്റെ സമ്പത്ത് സ്വർഗീയ രാജധാനിയാണ്. ഭാരതം സ്വർഗമായിരുന്നു. ആദ്യമാദ്യം പുതിയ ലോകത്തിൽ പുതിയ ഭാരതം സ്വർഗമായിരുന്നു. സ്വർഗം ഇപ്പോൾ നരകമാണ്. ഇത് വളരെ വലിയ പരിധിയില്ലാത്ത ഡ്രാമയാണ്. ഇതിലെല്ലാവരും അഭിനേതാക്കളാണ്. 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ച് ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ആദ്യം നമ്മൾ അധികാരികളായിരുന്നു, ഇപ്പോൾ പാപ്പരായി മാറി. ഇന്ന് വീണ്ടും ബാബയുടെ ശ്രീമത പ്രകാരം നടന്ന് വീണ്ടും അധികാരി ആവുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ കൽപ്പകൽപ്പം അച്ഛന്റെ ശ്രീമതം അനുസരിച്ച് നടന്ന് ഭാരതത്തെ സ്വർഗമാക്കുന്നു. തീർച്ചയായും പാവനമായി മാറണം. പാവനമായി മാറുന്ന കാരണത്താൽ അത്യാചാരം ഉണ്ടാകുന്നു. അച്ഛൻ കുട്ടികൾക്ക് വളരെയധികം മനസ്സിലാക്കി തരുന്നു. എന്നിട്ടും പുറത്തു പോകുമ്പോൾ വിവേകശൂന്യരായി തീരുന്നു. ആശ്ചര്യത്തോടെ കേട്ടു, പറഞ്ഞു, ജ്ഞാനം നൽകി. അയ്യോ എന്റെ മായേ, എങ്ങനെയാണോ മുമ്പുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആവുന്നു. അതിലും മോശമായി അധപ്പതിക്കുന്നു. കാമവികാരത്തിൽ കുടുങ്ങി വീണുപോയി.
ശിവബാബ ഈ ഭാരതത്തെ ശിവാലയമാക്കി മാറ്റുന്നു. അതിനാൽ കുട്ടികളും പുരുഷാർത്ഥം ചെയ്യണം. ഈ പരിധിയില്ലാത്ത ബാബ വളരെ മധുരമായ അച്ഛനാണ്. അഥവാ എല്ലാവരും അറിഞ്ഞാൽ വളരെയധികം പേർ വന്നു ചേരും. പഠിപ്പ് നടക്കില്ല. പഠിപ്പിന് ഏകാന്തത വേണം. പ്രഭാത സമയം എത്ര ശാന്തമായിരിക്കും. നമ്മൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കുന്നു. ഓർമ്മിക്കാതെ വികർമ്മം എങ്ങനെ വിനാശമാകും? ഇതിലാണ് ശ്രദ്ധ മുഴുവൻ. ഇപ്പോൾ പതീതമായി പാപ്പരായിരിക്കുകയാണ്. ഇനി വീണ്ടും പാവനവും കിരീടധാരിയുമായി എങ്ങനെ മാറും? അച്ഛൻ തീർത്തും സഹജമായ കാര്യമാണ് പറഞ്ഞു തരുന്നത്. ബഹളങ്ങൾ ഉണ്ടാകും. പേടിക്കേണ്ട കാര്യമില്ല. അച്ഛൻ തീർത്തും സാധാരണമാണ്. വസ്ത്രങ്ങളെല്ലാം പഴയതുപോലെ തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ല. സന്യാസിമാരാണെങ്കിൽ വീടും കുടുംബവും ഉപേക്ഷിച്ച് കാഷായ വസ്ത്രവും രുദ്രാക്ഷവും ധരിക്കും. ബ്രഹ്മബാബയാണെങ്കിൽ പഴയതുപോലെ തന്നെയാണ്. ബാബ പ്രവേശിച്ചു എന്ന് മാത്രം. മറ്റൊരു വ്യത്യാസവുമില്ല. എങ്ങനെയാണോ അച്ഛൻ മക്കളെ സ്നേഹത്തോടെ സംരക്ഷിക്കുന്നത്, പാലിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുന്നത്, അതുപോലെ ബാബയും ചെയ്യുന്നു. അഹങ്കാരത്തിന്റെ ഒരു കാര്യവുമില്ല. വളരെ സാധാരണമായി ഇരിക്കുന്നു. ബാക്കി താമസിക്കാൻ കെട്ടിടം തീർച്ചയായും ഉണ്ടാക്കേണ്ടി വരും. അതും സാധാരണം. നിങ്ങളെ പഠിപ്പിക്കുന്നത് പരിധിയില്ലാത്ത അച്ഛനാണ്. ബാബ കാന്തമാണ്. എന്താ ചെറിയ ആളാണോ? പെൺകുട്ടികൾ പവിത്രമാകുമ്പോൾ വളരെ സുഖം ലഭിക്കുന്നു. അവർ പറയുന്നു ഏതോ ശക്തിയാണെന്ന്. പക്ഷെ ശക്തി എന്ന് ആരെയാണ് പറയുന്നത്? ഇതറിയുന്നില്ല. സർവശക്തിവാൻ ബാബയാണ്. ബാബ എല്ലാവരെയും അങ്ങനെയാക്കി മാറ്റുകയാണ്. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ആകാൻ സാധിക്കില്ല. അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ആകും. പദവിയും ഒന്നു തന്നെയാകും. ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. 84 ജന്മങ്ങളിൽ നിങ്ങൾക്ക് കൽപ്പം മുമ്പ് ലഭിച്ച അതേ 84 സ്വഭാവങ്ങളായിരിക്കും ലഭിക്കുക. അതേ സ്വഭാവം ലഭിച്ചുകൊണ്ടിരിക്കും. ഇതിൽ വ്യത്യാസം വരിക സാധ്യമല്ല. എത്രത്തോളം മനസ്സിലാക്കേണ്ടതും ധാരണ ചെയ്യേണ്ടതുമായ കാര്യങ്ങളാണ്. വിനാശം തീർച്ചയായും ഉണ്ടാകണം. വിശ്വത്തിൽ ഇപ്പോൾ ശാന്തി ഉണ്ടാകില്ല. പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. മരണം തലയ്ക്ക് മുകളിലുണ്ട്. ഡ്രാമ അനുസരിച്ച് ഒരു ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപനയും മറ്റെല്ലാ ധർമ്മങ്ങളുടെയും വിനാശവും ഉണ്ടാകണം. ഓട്ടോമാറ്റിക് ബോംബുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകും. വലിയ വലിയ കല്ലുകൾ ഇടിഞ്ഞു വീഴും. ഇതിലൂടെ വലിയ വലിയ കെട്ടിടങ്ങളും തകർന്നടിയും. എത്ര ബലമുള്ള കെട്ടിടം നിർമ്മിച്ചാലും അടിത്തറ എത്ര ശക്തിയുള്ളത് ഉണ്ടാക്കിയാലും ശരി, ഒന്നും ബാക്കിയുണ്ടാകില്ല. ഭൂകമ്പം വന്നാലും വീഴരുത് എന്നാണ് അവർ കരുതുന്നത്. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും ശരി, 100 നിലകളുള്ളത് ഉണ്ടാക്കിയാലും ശരി, വിനാശം ഉണ്ടാവുക തന്നെ വേണം. ഇതൊന്നും നിലനിൽക്കില്ല. നിങ്ങൾ കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത് സ്വർഗത്തിന്റെ സമ്പത്ത് നേടാനാണ്. നോക്കൂ, വിദേശത്ത് എന്തെല്ലാം കാര്യങ്ങളാണ്. ഇതിനെ രാവണന്റെ പോംപ്, അതായത് ആർഭാടം എന്നാണ് പറയുന്നത്. മായ പറയുന്നു, ഞാനും ചെറുതല്ല. അവിടെയാണെങ്കിൽ വജ്രവും സ്വർണവും കൊണ്ടുള്ള കൊട്ടാരങ്ങൾ നിങ്ങൾക്കുണ്ടാകും. സ്വർണം കൊണ്ടുള്ളതായിരിക്കും എല്ലാ സാധനങ്ങളും. അവിടെ 2ാം നിലയും 3ാം നിലയും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഭൂമിക്ക് ഒരു കുറവും ഉണ്ടാകില്ല. എല്ലാം ഉണ്ടാകും. അതിനാൽ കുട്ടികൾ വളരെയധികം പുരുഷാർത്ഥം ചെയ്യണം. എല്ലാവർക്കും സന്ദേശം നൽകണം. നല്ല നല്ല വഴികാട്ടികളായി കുട്ടികൾ റീഫ്രഷ് ആകാൻ വരുന്നു.
ഇതും ഡ്രാമയിൽ ഉള്ളതാണ്. വീണ്ടും വരും. ഇത്രയും പേർ വന്നിട്ടുണ്ട്. വീണ്ടും ഇവരെ കാണുമോ ഇല്ലയോ എന്നറിയില്ല. ഇവർക്കെല്ലാം നിലനിൽക്കാൻ സാധിക്കുമോ അതോ ഇല്ലയോ? വളരെയധികം പേർ വന്നിട്ടുണ്ട്. പിന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഉപേക്ഷിച്ചു പോകുന്നു. എന്നിട്ടെഴുതും, ബാബ, ഞങ്ങൾ വീണുപോയി, സമ്പാദിച്ചു, എന്നിട്ടതിനെ നഷ്ടപ്പെടുത്തി. പിന്നീട് ഇത്രയും ഉയരത്തിലെത്താൻ സാധിക്കില്ല. ഇതാണ് ഏറ്റവും വലിയ അവജ്ഞ. ലോകത്തുള്ളവർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു. ഇന്ന സമയത്ത് ആരും പുറത്തിറങ്ങരുത്, അഥവാ ഇറങ്ങിയാൽ വെടിവെക്കും. അച്ഛനും പറയുന്നു, വികാരത്തിലേക്ക് പോയാൽ വെടിയേൽക്കും. ഭഗവാന്റെ ആജ്ഞയല്ലേ. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഇന്നത്തെ കാലത്ത് ഗ്യാസ് പോലുള്ള സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മനുഷ്യൻ ഇരുന്ന ഇരിപ്പിൽ മരിക്കും. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയതാണ്. എന്തെന്നാൽ അവസാന സമയത്ത് ആശുപത്രികളൊന്നും ഉണ്ടാകില്ല. പെട്ടെന്ന് തന്നെ ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുക്കും. ദുഃഖവും വേദനയും എല്ലാം ഇല്ലാതാകും. അവിടെ വേദനിക്കുന്ന ഒരു കാര്യവും ഉണ്ടാകില്ല. ആത്മാവ് സ്വതന്ത്രമാണ്. ഏത് സമയത്ത് ആയുസ് പൂർത്തിയാകുന്നുവോ അപ്പോൾ ശരീരം ഉപേക്ഷിക്കുന്നു. അവിടെ കാലൻ ഉണ്ടാകില്ല. രാവണൻ തന്നെ ഇല്ല. പിന്നെ കാലൻ എവിടെ നിന്ന് വരാനാണ്? കാലൻ രാവണന്റെ ദൂതനാണ്, ഭഗവാന്റേതല്ല. ഭഗവാന്റെ കുട്ടികൾ വളരെ സ്നേഹികളാണ്. അച്ഛനൊരിക്കലും കുട്ടികളുടെ ദുഃഖം സഹിക്കാൻ സാധിക്കില്ല. ഡ്രാമ അനുസരിച്ച് കൽപ്പത്തിന്റെ 3 ഭാഗം നിങ്ങൾ സുഖം അനുഭവിക്കുന്നു. ബാബ ഇത്രയും സുഖം നൽകുന്നു. അതിനാൽ അച്ഛന്റെ ശ്രീമതം അനുസരിച്ച് നടക്കണം. ഇത് അന്തിമ ജന്മമാണ്. ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും ഈ അന്തിമ ജന്മത്തിൽ പവിത്രമാകണം. അച്ഛന്റെ ഓർമ്മയിലൂടെയാണ് വികർമ്മം വിനാശമാകുക. ജന്മജന്മാന്തരങ്ങളിലെ പാപം തലയിലുണ്ട്. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി തീർച്ചയായും മാറണം. അച്ഛൻ സർവശക്തിവാനാണ്, പരമാധികാരിയാണ്. ആരാണോ ശാസ്ത്രങ്ങൾ മുതലായവ പഠിച്ചിട്ടുള്ളത് അവരെ അധികാരി എന്ന് പറയുന്നു. ഇപ്പോൾ അച്ഛൻ പറയുന്നു, എല്ലാത്തിന്റെയും അധികാരി ഞാനാണ്. ഞാൻ ഈ ബ്രഹ്മ ശരീരത്തിലൂടെ വന്ന് മുഴുവൻ ശാസ്ത്രങ്ങളുടെയും സാരം കേൾപ്പിക്കുന്നു. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും. അല്ലാതെ ജലത്തിൽ സ്നാനം ചെയ്യുന്നതിലൂടെ എങ്ങനെ പാവനമാകും? എവിടെയെങ്കിലും അല്പം ജലം കണ്ടാൽ മതി, അത് തീർത്ഥമാണെന്ന് കരുതി ഉടനെ സ്നാനം ചെയ്യുന്നു. ഇതിനെയാണ് തമോ പ്രധാനമായ നിശ്ചയം എന്ന് പറയുന്നത്. നിങ്ങളുടേത് മാത്രമാണ് സതോ പ്രധാന നിശ്ചയം. അച്ഛൻ മനസ്സിലാക്കി തരികയാണ്, ഇതിൽ പേടിക്കേണ്ട കാര്യമില്ല. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഭഗവാൻ പവിത്രമായി മാറുന്നതിനായി എന്ത് ആജ്ഞയാണോ നൽകിയിരിക്കുന്നത് അതിനെ ഒരിക്കലും അവജ്ഞ ചെയ്യരുത്. വളരെ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ബാബ്ദാദ 2 പേരുടെയും പാലനയുടെ പ്രതിഫലമായി പവിത്രമായി മാറി കാണിച്ചു കൊടുക്കണം. 2. ഡ്രാമയുടെ ഭാവി അചഞ്ചലമായി ഉണ്ടാക്കിയിരിക്കുന്നു. അതിനെ മനസ്സിലാക്കി സദാ നിശ്ചിന്തമായിരിക്കണം. വിനാശത്തിനു മുമ്പ് എല്ലാവർക്കും അച്ഛന്റെ സന്ദേശം നൽകണം. വരദാനം: ജ്ഞാനാമൃതത്തിനു വേണ്ടി ദാഹിക്കുന്ന ആത്മാക്കളുടെ ദാഹം ശമിപ്പിച്ച് തൃപ്തരാക്കി മാറ്റുന്ന മഹാൻ പുണ്യാത്മാവായി ഭവിക്കട്ടെ.
ദാഹിച്ചു വലയുന്ന ഏതെങ്കിലും ആത്മാക്കളുടെ ദാഹം അകറ്റുക എന്നത് മഹാപുണ്യമാണ്. വെള്ളം കിട്ടിയില്ലെങ്കിൽ ദാഹിച്ചു വലയുന്നു. അതേപോലെ ജ്ഞാനാമൃതം ലഭിച്ചില്ലെങ്കിൽ ആത്മാക്കൾ ദുഃഖവും അശാന്തിയും കൊണ്ട് പിടഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനാൽ അവർക്ക് ജ്ഞാനാമൃതം കൊടുത്ത് ദാഹം ശമിപ്പിക്കുന്നവരാകൂ. എങ്ങനെയാണോ ആഹാരം കഴിക്കാൻ സമയം കണ്ടെത്തുന്നത്? എന്തുകൊണ്ടെന്നാൽ അത് ആവശ്യമാണ്. അതേപോലെ ഈ പുണ്യത്തിന്റെ കാര്യം ചെയ്യുന്നതും ആവശ്യമാണ്. അതിനാൽ ഈ അവസരം ഉപയോഗപ്പെടുത്തണം, സമയം കണ്ടെത്തണം. അപ്പോൾ പറയാം മഹാൻ പുണ്യാത്മാവ് എന്ന്. സ്ലോഗൻ: കഴിഞ്ഞു പോയതിന് ബിന്ദുവിട്ട് ധൈര്യത്തോടെ മുന്നേറൂ, എങ്കിൽ ബാബയുടെ സഹായം ലഭിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി.